ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. ഏറ്റവും നല്ല പ്രധാനമന്ത്രി ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഇന്ദിരാഗാന്ധി എന്നും പറയുന്നുണ്ട്, മോദി എന്നും പറയുന്നുണ്ട്. എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. ഏറ്റവും നല്ല പ്രൈം മിനിസ്റ്റർ ആരാന്ന് പറയാൻ പറ്റും? മോദി. സംശയം കാര്യത്തില് നരേന്ദ്രമോദി പറയാൻ കാരണം ഈ ലോക നേതാവല്ലേ മോദി. പേരെന്താ? എന്റെ പേര് മുരളി. നിങ്ങളെ അഭിപ്രായം? എന്റെ അഭിപ്രായത്തിൽ ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ, പ്രത്യേകിച്ച് ഒരു വനിതയാണ്. ആ വനിതയെ സംബന്ധിച്ചിടത്തോളം അവര് ഇന്ത്യയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങള് ഇന്ത്യയെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചതും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഒരു വിലയുണ്ടാക്കിയതും ഇന്നത്തെ ഇന്ത്യയാക്കി മാറ്റിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഇന്ദിരാഗാന്ധിയാണെന്നാണ് എന്റെ അഭിപ്രായം. സതീഷ്. രാഷ്ട്രീയ തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കാൻ കഴിയുന്നവർക്കാണ് ചരിത്രം തിരുത്താൻ കഴിയുക. അതുപോലെ ഒരാളായിരുന്നു ഇന്ദിരാഗാന്ധി എന്ന ഇന്ത്യൻ അയൺ ലേഡി. 1967 ഗൂങ്കി കൂടിയ മിണ്ടാട്ടമില്ലാത്ത പാവക്കുട്ടി എന്ന് വിളിച്ച് പരിഹസിച്ച ഇന്ദിരയെ പിന്നീട് ലോകം കണ്ടത് ഇന്ത്യയുടെ ഉരുക്കു വനിതയായിട്ടാണ്. ഈ വീഡിയോയിൽ 2 തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് വിവരമുള്ള ആളും 2 വിവരമില്ലാത്ത മോദി ഭക്തനെയും കാണാൻ സാധിക്കും. എന്തായാലും രണ്ടാമത്തെ ആൾ പറഞ്ഞത് ഇന്ദിരാഗാന്ധിയാണ് ഏറ്റവും നല്ല പ്രധാനമന്ത്രി. മികച്ച സ്കൂളുകളിലും യൂണിവേഴ്സിറ്റികളിലുമാണ് ഇന്ദിരാഗാന്ധി പഠനം നടത്തിയത്. ഈക്കോൾ നോവൽ, ബെക്സ് സ്വിറ്റ്സർലാൻഡ്, ജനീവയിലെ ഈക്കോൾ ഇന്റർനാഷണൽ, പൂനെയിലും ബോംബെയിലുമുള്ള പീപ്പിൾസ് ഓഫ് സ്കൂള്, ബ്രിസ്റ്റോളിലെ ബാഡ്മിന്റൺ സ്കൂള്, വിശ്വഭാരതി, ശാന്തി നികേതൻ, ഓക്സ്ഫോർഡ്, സോമർവിൽ കോളേജ് എന്നിവിടങ്ങളിൽ അവർ വിദ്യാഭ്യാസം നേടി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഏതാനും സർവകലാശാലകൾ അവർക്ക് ഓണററി ഡോക്ടറേറ്റ് ബിരുദങ്ങൾ നൽകി. മെച്ചപ്പെട്ട പഠന നിലവാരത്തിന് കൊളംബിയ സർവകലാശാലയുടെ സൈറ്റേഷൻ ഓഫ് ഡിസ്റ്റിങ്ഷനും ലഭിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൽ അവർ സജീവമായി പങ്കെടുത്തിരുന്നു. കുട്ടിയായിരിക്കെ ബാൽചർക്ക സംഘം 1930 നിസ്സഹരണ പ്രസ്ഥാനത്തിൽ കോൺഗ്രസിന് സഹായമേകാൻ കുട്ടികളുടെ വാനരസേനയും രൂപീകരിച്ചു. ഇത്തരത്തിൽ ഇന്ത്യയെ നയിക്കാൻ എന്തുകൊണ്ടും യോഗ്യത ഇന്ദിരാഗാന്ധിക്കുണ്ടായിരുന്നു. 1967 68 ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ നടത്തിയ വോട്ടെടുപ്പിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന സ്ത്രീ എന്ന പദവി ശ്രീമതി ഇന്ദിരാഗാന്ധിക്കായിരുന്നു. 1971 USA നടത്തിയ പ്രത്യേക ഗാലപ്പോൾ സർവേയിൽ ലോകത്തിലെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന വ്യക്തി എന്ന പദവിക്ക് അർഹയായി. 6-ാം വയസ്സിൽ മഹാത്മാഗാന്ധിയോടൊപ്പം സബർമതിയിലും 12-ാം വയസ്സിൽ ടാഗോറിനോടൊപ്പം ശാന്തി നികേതനത്തിലും താമസിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും വാനരസേന എന്ന കുട്ടികളുടെ സ്വാതന്ത്ര്യ സമര സേനയെ പടുത്തുയർത്തിയതും ഇന്ദിരാഗാന്ധി.